സൂപ്പർ ലീഗ് കേരള മത്സരങ്ങൾ തുടങ്ങുമ്പോൾ കളത്തിലെ ആവേശത്തിനപ്പുറത്ത് സൂപ്പർ ലീഗിലേക്ക് നമ്മളെ അടുപ്പിച്ചതാണ് ഇത്തവണ അതിൻ്റെ പരസ്യം എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റ്, അതിൽ പൃഥ്വിരാജ്, ബേസിൽ, ശശി തരൂർ എന്നിവരെ അണിനിരത്തി അതിൻ്റെ ആദ്യ കുറച്ച് ഭാഗങ്ങളാണ് വന്നത്. സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമാണ്, ആളുകൾ അത് ഏറ്റെടുത്തു. പക്ഷേ സൂപ്പർ ലീഗ് കേരള സീസൺ 2 ആണല്ലോ വരുന്നത്. കഴിഞ്ഞ സീസൺ ഓർമ്മയുണ്ടല്ലോ, ആലോചിച്ചിട്ട് മൊബൈൽ വരെ ഫുൾ ചാർജായി. എനിക്കപ്പം മിസ്റ്റർ മൃദുൽ, സാൻചോ രണ്ടുപേരും ചേരുകയാണ്. മൃദുൽ അതിൽ ഡയറക്ടറാണ്, അതിൻ്റെ ക്രിയേറ്റീവ് ഹെഡ്, അതായത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉൾപ്പെടെ സാൻഡോ ആണ് ചെയ്തിരിക്കുന്നത്. ആദ്യം എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിലേക്ക് വന്നത്? ഇവരെയൊക്കെ അവൈലബിൾ ആകുക, അല്ലെങ്കിൽ നേരത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റിങ്ങിൻ്റെ സമയത്ത്? നമ്മൾ ആക്ച്വലി ഇത് ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടാന്ന് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ബിസി ഷെഡ്യൂൾസ്. അപ്പം എങ്ങനെ ഇത് പ്ലാൻ ചെയ്യാം? സോ നമ്മളിത് അവരെവിടെയാണോ ആ ലൊക്കേഷനിൽ പോയിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഐ തിങ്ക് വി ഹാർഡ്ലി സ്പെൻഡ് അബൌട്ട് 1 hour വിത്ത് ഈച്ച് ഓഫ് ദോസ് സെലിബ്രിറ്റീസ്. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഒരുമിച്ച്. കാരണം ഒന്നിത്രയും സ്റ്റാർസിനെ ഒരുമിച്ച് കിട്ടുക, പിന്നെ ഇതുപോലത്തെ വലിയൊരു ഇവൻറ്റിൻ്റെ ഒരു പ്രോമോ ആയിരുന്നു. അപ്പം വളരെ എക്സൈറ്റിംഗ് ആണ് ദിവസമുണ്ട്. ഓൾസോ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റാർസ് എല്ലാവരും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരുടെ വി ഹാവ് സച്ച് വണ്ടർഫുൾ ആക്ടേഴ്സ്. അപ്പം എല്ലാം കൊണ്ടും വളരെ സന്തോഷം. ഹലോ രാജുവേട്ടാ, തിരക്കാണെന്നറിയാം, ഫോൺ കട്ട് ചെയ്യരുത്. നമ്മൾ ജയിച്ചവരും തോറ്റവരും തമ്മിലുള്ള ചർച്ചയൊക്കെ പിന്നെയാവാം. ഇപ്പോൾ അതിലും വലിയ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് 3 പേരുടെയാണ് അല്ലേ? 3 പേരുടെ. അപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ പണിപ്പുരയിലുണ്ട്. നമ്മൾ ഇപ്പം അവസാനമായിട്ട് അതിൽ കണ്ടത് പൃഥ്വിരാജും ബേസിലും തമ്മിൽ സംസാരിക്കുന്നതാണ്. ശത്രുഘ്നൻ സിൻഹ. ഒരുപക്ഷെ നമ്മൾ കേരളം കാത്തിരിക്കുന്നത് ശശി തരൂരും പൃഥ്വിരാജും നമ്മളുടെ ഇംഗ്ലീഷിന് വേണ്ടിയാണ്. അതെപ്പോ വരും? അല്ല, അതിന്റെ ബിൽഡപ്പ് അങ്ങനെ തന്നെ മുന്നോട്ട് വിചാരിച്ചിട്ടാണ്. ഇത് ആൻജോ എഴുതുമ്പോൾ തന്നെ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ഇത് ആദ്യം ഇന്നാളെ വിളിക്കുന്നു, പിന്നെ ഇയാളെ കണക്ട് ആവുന്നു. അതങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു സീരീസ് ഓഫ് പരസ്യമാണ്. അപ്പോൾ ഫസ്റ്റത്തെ പരസ്യം ഇറങ്ങുമ്പോൾ തന്നെ പുള്ളിക്കാരന് കുറച്ചും കൂടി ഇതുണ്ടായിരുന്നു, ഇത് ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പം അതാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടും എനിക്ക് തോന്നുന്നു വളരെ ചുരുങ്ങിയ രീതിയിൽ ചെയ്ത പരസ്യമാണ്. അവിടെയാണ് എപ്പോഴും ആൾക്കാർ പറയുന്ന പോലെ, ഇപ്പോൾ ഫിലിം മേക്കേഴ്സ് ആയാലും റൈറ്റേഴ്സും പറയുന്ന പോലെ ഒരു കണ്ടന്റ് ഹീറോ എന്ന സ്പേസ് ആണത്. അപ്പോൾ ആ കണ്ടന്റും പിന്നെ ആൻജോ പറഞ്ഞ പോലെ ഗംഭീരമായിട്ടുള്ള ആക്ടേഴ്സ്. ഇപ്പം എനിക്ക് തോന്നുന്നു രാജു ചേട്ടൻ നമ്മൾ ഷൂട്ട് ചെയ്ത് വെറും 20 മിനിറ്റോ 15 മിനിറ്റോ മറ്റാണ്. നമ്മൾ 3-4 ഫിലിം രാജു ചേട്ടൻ വെച്ച് ഷൂട്ട് ചെയ്തു. ബേസിലെ ഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിൽ താഴെയാണ്. നമ്മൾ ഇന്ത്യൻ്റെ പല ഭാഗത്തുമായിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തത്. തിരുവനന്തപുരത്താണ് നമ്മൾ വേറൊരു ആളെ ഷൂട്ട് ചെയ്തത്. അതാരാന്ന് പറയുന്നില്ല, ആ സസ്പെൻസ് അങ്ങനെ നോട്ടെ. സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈ അതായിരുന്നു. കാരണം വെച്ചാൽ 6 സെലിബ്രിറ്റീസ്, അല്ലെങ്കിൽ അതിൽ കുറച്ച് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ശശി തരൂർ, ചാക്കോച്ചൻ, ആസിഫ് അലി, ഇവരൊക്കെയാണ് സഞ്ജു. അതൊക്കെ ഓൾറെഡി സഞ്ജു വന്നു. ഇവരൊക്കെയാണ് നമ്മൾ ടീമിന്റെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് കാണുന്നത്. ഇതല്ലാതെ പിന്നെയും ആളുകളുണ്ട്. ഇല്ല, അത് അങ്ങനെ ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഇതിന് ടീസർ ഇറങ്ങുമ്പോൾ തന്നെ ഇതിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് ഓഡിയൻസിന് അറിയാം. പിന്നെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ പോലെയാണ്. ഇപ്പം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു കോമ്പിനേഷനാണ് ബേസിൽ പൃഥ്വിരാജ്. അവരുടെ ആ സിനിമ വന്ന സമയത്തും അതിന് തുടർച്ചയായിട്ടുണ്ടായ അവരുടെ ചാനൽ ഇൻ്റർവ്യൂസും പരിപാടിയും. അപ്പം അതേപോലെ ബേസിലും സഞ്ജുവും ഭയങ്കര ഫ്രണ്ട്സാണ്. ചാക്കോച്ചനും പൃഥ്വിരാജും ഭയങ്കര ഫ്രണ്ട്സാണ്. ചാക്കോച്ചനും ആസിഫ് അലിയും ഫ്രണ്ട്സാണ്. സോ ആ ഒരു പരിപാടി ആൻജോന്റെ ടീമും വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ പോയാൽ ഇങ്ങനെ. ഇപ്പം അതിൽ ശശി തരൂർ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, സെസ്ക്വിപ്പെഡിയൽ എലക്വൻസ്. എന്ത്? എനിക്ക് വായിക്കാൻ പറ്റില്ല. ഞാൻ ഇയാളോട് ചോദിച്ചത് എന്താണ് അത് ഓഫീസിലത്തെ ഒരു പെൺകുട്ടി, എനിക്കറിയില്ല. സത്യത്തിൽ അതിന്റെ അർത്ഥം എന്താ? സത്യത്തിൽ വാചാലമാകുക എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ നമ്മൾ ആ വാക്കിന്റെ അർത്ഥം തപ്പി നടക്കുന്നുണ്ട് ആളുകൾ. അതെ, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഞങ്ങൾ വാർത്ത. എടാ, കേട്ടിട്ടില്ലേ? ഇരഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിയിൽ തോട്ടി കേട്ട് കളിക്കല്ലേ തരൂരെണ്ണ. പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ശശി തരൂരും ബേസിലും സംസാരിക്കുമ്പോൾ ബേസിന്റെ കോൺവെർസേഷൻ ഡയറക്ടറായി ഞാനാണ് പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടുള്ളത്. കാരണം നമ്മളൊരു മിനിമം ക്രൂ ആയിട്ടാണ്. കാരണം ഇത് കൂടുതൽ ഷൂട്ട് ചെയ്തത് ഈ ആക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റീസിൻ്റെയും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്താണ്. കാരണം ഇതൊരു എക്സ്ട്രാ ഡേ ഷൂട്ടോ അങ്ങനത്തെ പരിപാടിയൊന്നും വരുന്നില്ല. അപ്പം നമ്മൾ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോവുക, അവിടെ ഭയങ്കര ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഇതിന്റെ ക്യാമറാമാൻ ഗൗതം എന്നും കരയായിരുന്നു, ചേട്ടാ ഒരു 2 ലൈറ്റ് അങ്ങ് താ, ഒരു ലെൻസ് മാറ്റാനുള്ള സമയം താ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഭയങ്കര പരിമിതി വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. ബട്ട്
അവിടെയാണ് കണ്ടന്റ് ഈസ് ദ ഹീറോ എന്ന് വീണ്ടും ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഇത് ഡെയിലി വരുന്ന കോളുകൾ പല പല അഡ്വർടൈസിങ് ഏജൻസീസ്, പല പല ഫിലിം മേക്കേഴ്സ്, പല പല ആക്ടേഴ്സ്, ഒരുപാട് ഈ ഒരൊറ്റ പരസ്യത്തിന്റെ ഒരു പുറത്തിറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് തിരക്ക് കൂടിയോ? സത്യസന്ധമായിട്ട് പറയാം. അല്ല, നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് ഇതിന്റെ തിരക്കിൽ തന്നെയാണ്. പിന്നെ ഞാനും ഇയാളും കഴിഞ്ഞൊരു 15 വർഷമായിട്ട് ഇന്ത്യയിൽ പല ലാംഗ്വേജിലും പരസ്യം ചെയ്യുന്ന 2 ആൾക്കാരാണ്. ഞങ്ങളൊരു 10 വർഷമായിട്ട് സുഹൃത്തുക്കളാണ് ഞങ്ങൾ. പക്ഷെ ആദ്യമായിട്ടാണ് കൊളാബറേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഒരു പരസ്യം നമ്മൾ വൈറലാവണമെന്ന് വെച്ച് ചെയ്യുന്നില്ല, അത് ഓർഗാനിക്കലി വൈറലാവുന്നതാണ്. സോ ഇറ്റ് ഹാപ്പൻ. ഇത്തവണ നീ ഇങ്ങോട്ട് വാ, നിന്റെ ഫ്യൂസായിട്ട് ഞങ്ങൾ ഇങ്ങ് വരും. ആ ആ ശരി എന്നാ. ഓക്കെ, ഇതിപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോഴേ ഒരു OTT ഈ റിലീസാവുന്ന വെബ് സീരീസ് പോലെയാണ്. ബാക്കിയുള്ളത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. കളി മൈതാനത്ത് നടക്കുന്ന ആവശ്യത്തോടുകൂടി ആളുകൾ പരസ്യത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നമ്മൾ എവിടെ പോയാലും ആളുകൾ ഇത് കാണുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഫുട്ബോൾ മൈതാനത്തെ ആവേശം എങ്ങനെയാണോ അത് അതേപടി ഒപ്പിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പരസ്യം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പറഞ്ഞു ചെയ്യിക്കുന്നതല്ലോ, അത് പെട്ടെന്ന് ആളുകൾ ക്യാച്ച് ചെയ്ത് മൈതാനത്തേക്ക് കളി കാണാൻ എത്തുമ്പോൾ ഉറപ്പാണ് ഇവരുടെ പ്രയത്നം കൂടിയുള്ള ഒരു വിജയം കൂടിയാണ് അത് നമ്മൾ പറയുന്നത്. എന്തായാലും താങ്ക് യു മിസ്റ്റർ മിഥിൽ, മിസ്റ്റർ ആൻജോ. ഇനിയും ഒരുപാട് പുതിയ സംരംഭങ്ങൾ വരട്ടെ, പുതിയ ആശയങ്ങൾ ഇതുപോലെ വരട്ടെ. അത് സ്വീകരിക്കാൻ നമ്മൾ കേരളത്തിലെ ആളുകൾ കാത്തിരിപ്പുണ്ട്. താങ്ക് യു സോ മച്ച്. വിഷ്ണുവിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ. തരൂർജി അത്ഭുതാകവ. ഇവനൊരു പൊതു ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ.